നമ്മൾ ഇന്നത്തെ കൺവെൻഷന് ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് ഒരു സുന്ദരമായൊരു സങ്കീർത്തനം എടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. കർത്താവെ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളെടുത്തും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യം ഈശോ നമ്മളെ വഴി നടത്തുകയാണ്. ശരിയാണോ? പറ, എന്തെങ്കിലുമൊക്കെ പറ. ഈശോ നമ്മളെ വഴി നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ 150 സങ്കീർത്തനങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ദാവീദിൻ്റെ സുന്ദരമായ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്നെ അങ്ങ് വഴി നടത്തണമേ, ഷോ മീ ദ വേ, എന്നെ വഴി കാണിച്ച് എന്നെ മുന്നോട്ട് നയിക്കണമേ. സങ്കീർത്തനം 25 എടുക്കാം. 25-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ആ വചനത്തിൻ്റെ 22 വാക്യങ്ങളുണ്ട്. മുഴുവനും നമ്മൾ വായിക്കുന്നില്ല. നമ്മുടെ ഒരു ധ്യാനചിന്തയ്ക്ക് ഒരു തുടക്കം കിട്ടാൻ വേണ്ടി, ഒരു വഴി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. സാം 25 25-ാമത്തെ സങ്കീർത്തനം എടുക്കാം. അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ നല്ലൊരു പ്രാർത്ഥനയും ഒപ്പം തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ബൈബിളുള്ളവരെല്ലാം ഒന്ന് കയ്യിലെടുത്ത് 25-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചേ. കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാവാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. ദാവീദ് ഇങ്ങനെ നല്ലൊരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥനയുടെ തുടക്കം ഇങ്ങനെയാണ്, കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു, അങ്ങനെ ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരാ പ്രാർത്ഥിച്ചേ? ഈശോ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ അവസാനത്തെ ചില പ്രാർത്ഥനകളാണത്. പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു. ദാവീദ് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന മനുഷ്യൻ സുന്ദരമായൊരു പ്രാർത്ഥന നടത്തുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ആത്മാവിനെ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സറണ്ടർ ചെയ്യാണ്, പ്രതിഷ്ഠിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തപ്പം, വഴി തെറ്റിപ്പോകുമ്പോൾ, എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സങ്കടത്തിലേക്ക് എത്തിക്കുമ്പോൾ, ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ആവർത്തിച്ച് വലിയ വീഴ്ചകളിലേക്കൊക്കെ പോകുമ്പോൾ, വഴിയൊന്ന് നേരെയാക്കണം, ജീവിതം ഒന്ന് ക്രമപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്, നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ മുമ്പിലേക്ക് ജീവിതം അങ്ങ് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. എല്ലാ തീരുമാനങ്ങളും നമ്മൾ നന്നായിട്ട് എടുക്കാറില്ല, ഉണ്ടോ? ചില സമയത്ത് നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സമയങ്ങൾ വരാറുണ്ട്. വഴി തെറ്റിപ്പോവാറുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടത്, കർത്താവേ ഇത് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം അറിയില്ല. ഈ ജോലി എങ്ങനെ പൂർത്തിയാക്കണം അറിയില്ല. ഈ ശുശ്രൂഷ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം അറിയില്ല. ഒത്തിരി കൺഫ്യൂഷൻസ് ആണ്. ഞാനിതാ എന്നെ നിൻ്റെ മുമ്പിലേക്ക് സറണ്ടർ ചെയ്യുന്നു. അങ്ങനെ ആ സറണ്ടർ ചെയ്യുന്നൊരു പ്രാർത്ഥനയാണത്. കർത്താവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഈ ധ്യാനത്തിൽ ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. ഇന്നിപ്പോൾ എന്ത് നിയോഗത്തിലാണോ ഈ ധ്യാനം കൂടുന്നത്, എന്ത് പ്രാർത്ഥന വെച്ചുകൊണ്ടാണോ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ മുമ്പിലേക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. എന്ന് വെച്ചാൽ എനിക്ക് വഴി നടക്കാൻ അറിയത്തില്ല, എനിക്ക് വഴി തെറ്റിപ്പോകുന്നുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഞാൻ വീണു പോകുന്നുണ്ട്, ഞാനിതാ എന്നെ നിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു, നീ എന്നെ വഴി നടത്തണമേ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ ചില സമയത്തൊക്കെ നമ്മളെടുത്ത തീരുമാനങ്ങളാണല്ലോ നമ്മളെ വഴി തെറ്റിച്ചത്, അല്ലേ? വീണ്ടും അബദ്ധങ്ങളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ അബദ്ധം ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളിലുള്ള, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും, നിങ്ങളുടെ അസ്വസ്ഥതകളും, നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം ഈശോയുടെ കയ്യിലേക്ക് സറണ്ടർ ചെയ്യുക. കർത്താവ് വഴി നടത്തും. പലതരം പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് കൊടുക്കാവോ? മാതാപിതാക്കളെ, മക്കളെ, ജീവിത പങ്കാളിയെ, നിങ്ങൾ എന്തിനെ ഓർത്തോ ആരെക്കുറിച്ചൊക്കെ സങ്കടപ്പെടുകയാണോ അതെല്ലാം ഈശോയുടെ കരങ്ങൾ കൊടുത്തേ. പണി തീരാത്തൊരു വീട് നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം മുമ്പിലുണ്ട്, വരുന്ന പരീക്ഷകളുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ജോലിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈശോയെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം, നിങ്ങളുടെ സ്വപ്നങ്ങൾ വഴിയിൽ ഇങ്ങനെ മുടങ്ങി നിൽക്കുകയാണ്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഈശോയെ സറണ്ടർ എല്ലാം ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരികയാണ്. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം തുടർന്ന് വായിച്ചേ. ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. 2ാമത്തെ വാക്യം അങ്ങനെയാണ്, കർത്താവെ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ നാണം കെടാൻ അങ്ങനെ അനുവദിക്കരുതേ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയിലേക്ക് എല്ലാം ഒന്ന് സമർപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ മനുഷ്യർ നമ്മളോട് പറയും, നമ്മളിങ്ങനെ ആരിൽ ആശ്രയിക്കാത്ത കർത്താവ് മാത്രം എന്നെ സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ നമ്മളെ മണ്ടന്മാരെന്നും വണ്ടികളെന്നൊക്കെ വിളിക്കും. ഇങ്ങനെ പൊട്ടത്തരം കാണിക്കല്ലേ, കർത്താവ് ഇടപെടുമോ, കർത്താവ് എപ്പോൾ ഇടപെടാനെന്നൊക്കെ പറയും.
പക്ഷേ നമുക്കൊരു ബോധമുണ്ട്, നമുക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിലാണ്, ഞാൻ നാണം കെടാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കില്ല. ദാവീദ് അത് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ആത്മാവിന്, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ സ്വപ്നം മുഴുവൻ, എൻ്റെ കഴിവും കഴിവുകേടുകളും എല്ലാം ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ ലക്ഷ്യവും ലക്ഷ്യം തെറ്റിയ വഴികളും എല്ലാം നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. കർത്താവെ, ഞാൻ നാണം കെടാൻ അനുവദിക്കരുതേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ, നിങ്ങൾ നാണം കെടാൻ കർത്താവ് അനുവദിക്കുമോ? ചിലപ്പോൾ അനുവദിക്കും. ആശ്രയിക്കാത്തവരെയൊക്കെ ചിലപ്പോൾ നാണം കെടാൻ വിടും. സ്വന്തം ശക്തിയിലും ബുദ്ധിയിലൊക്കെ ആശ്രയിച്ച് മണ്ടത്തരം കാണിക്കുന്നവരെ ചിലപ്പം നമ്മുടെ മണ്ടത്തരങ്ങളിൽ തന്നെ നാണം കെടാൻ വേണ്ടി കർത്താവ് വിടും. പക്ഷേ നിങ്ങളത് ഹൃദയത്തിലോട്ട് വിശ്വസിച്ചേ, കർത്താവിൽ ആശ്രയിച്ച് ആരും ഭഗ്നാശരാവാൻ കർത്താവ് അനുവദിക്കില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടിട്ട് ഉറക്കെ വായിക്കാം. നല്ലൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. ഒന്നുകൂടെ വായിച്ചേ, കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ വഴി നടത്തണമേ എന്ന് പറയുമ്പോഴത്തേനുള്ള പ്രാർത്ഥന എന്താണ്? കർത്താവേ, എനിക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു വഴി നീ കാണിച്ചു തരണം എന്നല്ല, നീ തിരഞ്ഞെടുക്കുന്ന വഴി എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മളൊരു സ്വപ്നം കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിട്ട്, കർത്താവ് എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് ആ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മിക്കവാറൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സ്വപ്നമുണ്ട്, 2026 ഏപ്രിൽ മാസം ആകുമ്പോഴത്തേനും എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാവണം. നല്ല സ്വപ്നമാണ്, സ്വപ്നത്തിൽ തെറ്റൊന്നുമില്ല. എന്നിട്ട് കർത്താവിനോട് നമ്മൾ പറയാണ്, കർത്താവേ, ഈ 2026 ഏപ്രിൽ ഈ പണി പൂർത്തിയാകേണ്ടതുണ്ട്, അതിന് മുമ്പിൽ കുറേ തടസ്സങ്ങളുണ്ട്, ഈ തടസ്സമെല്ലാം നീ മാറ്റി തരണേ. ഇങ്ങനെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നിൻ്റെ പദ്ധതി എന്താണോ അത് 2026 ഏപ്രിലാണ് നടക്കേണ്ടത്, മാർച്ചിലാണ് നടക്കേണ്ടത്, ഇത് ഈ ഫെബ്രുവരി മാസത്തിലാണ് നടക്കേണ്ടത്, അത് അങ്ങ് പൂർത്തിയാക്കി തരണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണം, ആ വഴിയിലൂടെ എന്നെ നടത്തണം. നമുക്ക് ആഗ്രഹമുണ്ട് ഈ രാജ്യത്ത് ജോലി ചെയ്യണം, ഈ രാജ്യത്ത് പോയി സെറ്റിൽഡ് ആവണം, അതാണ് നമ്മുടെ വഴി. ആ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാനാണ് നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ? മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ അങ്ങനെയാണ്. കർത്താവേ, എൻ്റെ കൊച്ച് ഈ വർഷം പാസ് ഔട്ട് ആകണം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഈ വർഷം നടക്കണം, ഇയാളുമായിട്ട് വിവാഹം നടക്കണം. നമ്മളൊരു വഴി അങ്ങ് വെട്ടിയിട്ട് കർത്താവിനെ ആ വഴിയിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവേ, ഇവിടെയുള്ള കല്ലും മുള്ളും ഒക്കെ എടുത്ത് മാറ്റിയതാ. കല്ലും മുള്ളൊന്നും മാറുന്നുമില്ല, വഴി കാണുന്നുമില്ല. ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന, ഏറ്റവും നല്ലൊരു ആത്മീയത, കർത്താവേ, ഞാൻ ഒഴുക്കിയ വഴികളിലേക്ക് നീ വരികയല്ല, നീ ഒരുക്കുന്ന വഴി എന്നെ ഒന്ന് പഠിപ്പിച്ച് തരണമേ, എനിക്കൊന്ന് കാണിച്ചു തരണമേ. എളുപ്പമല്ല അങ്ങനത്തെ ഒരു ആത്മീയത. കണ്ണും പൂട്ടിയുള്ള ഒരു ആശ്രയത്വമാണ്. നാണം കെടുമെന്ന് നാട്ടുകാർ പറയും, പക്ഷേ കർത്താവ് പറയുന്നു, ഇങ്ങനെ ഒരു വഴിയിലൂടെ നീ വന്നാൽ നീ നാണം കെടാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? നമ്മളൊരു വഴി വെട്ടി കർത്താവിനെ ആ വഴിയിലേക്ക് കൊണ്ടുവരികയല്ല, കർത്താവിൻ്റെ വഴി അറിയണം, ആ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ വിളിക്കുക ജ്ഞാനം കിട്ടുക. ജ്ഞാനം കിട്ടുക എന്ന് വെച്ചാൽ എന്താ? ദൈവഹിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുക. നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതായത് ജ്ഞാനം സിദ്ധിച്ചാൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നില്ലേ, ഒരുവൻ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും മിടുക്കനാണെങ്കിലും കർത്താവിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ടാണ് വചനത്തിൽ കൂടെ തന്നെ പറയുക, യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവർക്കത് ലഭിക്കും. ബുദ്ധി കുറവുള്ളവർ ചോദിക്കാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ആരോഗ്യം കുറവുള്ളവർ ചോദിക്കാനാണോ പറഞ്ഞേക്കുന്നത്? വചനം എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുക, നിങ്ങൾക്ക് ജ്ഞാനം കുറവുണ്ട്, അത് നിങ്ങൾ ചോദിക്കണം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? ഓർമ്മശക്തിയല്ല, ആലോചന ശക്തിയല്ല, ബ്രഹ്മി കഴിച്ച് കിട്ടുന്ന മെമ്മറി പവർ അല്ല. ജ്ഞാനം ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഹിതം അറിയാൻ പറ്റണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയി അച്ഛന്മാരോടോ പ്രാർത്ഥിക്കുന്നവരോടൊക്കെ ഒന്ന് പറയാറില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതം ഒന്ന് അറിയണം, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാം. എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടും? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, അനാഥരല്ല. ഈശോയോട് ചോദിക്കണം, ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കണം. ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നിങ്ങൾ നടക്കേണ്ട വഴി കർത്താവ് നിങ്ങളോട് നേരിട്ട് പറഞ്ഞു തരും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ? ഉണ്ടോ? ഉറങ്ങുന്നതല്ലല്ലോ പരിശുദ്ധാത്മാവ്, നിങ്ങളോട് സംസാരിക്കുന്നതായ പരിശുദ്ധാത്മാവല്ലേ. ആശ്രയിക്കണം, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നിറയും, ജ്ഞാനം നിറയും, എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എനിക്കതൊന്ന് കാണിച്ചതാ കർത്താവേ, ഞാൻ നടക്കേണ്ട വഴിയല്ല, നിൻ്റെ വഴി എനിക്കൊന്ന് കാണിച്ചതാ, ആ പാതയിലൂടെ ഞാൻ നടക്കട്ടെ. മറ്റൊരു വചനം കൂടെ വായിച്ച് നമുക്ക് ആ ഒരു പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റുന്ന കരുതുക. 12-ാമത്തെ വാക്യം, 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് അതൊരു ബോധ്യമായിട്ട് പരിശുദ്ധാത്മാവ് തരികയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ഭയപ്പെടുക എന്ന് വെച്ചാൽ എന്താ? ബൈബിളിലെ അർത്ഥത്തിൽ ദൈവഭയം എന്ന് വെച്ചാൽ എന്താ? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് പറയുക ദൈവഭയമുള്ള മനുഷ്യർ. കർത്താവിനെ കാണുമ്പം ഞെട്ടി വിറയ്ക്കുക എന്നുള്ളതല്ല ദൈവഭയത്തിൻ്റെ അർത്ഥം.
എല്ലാ തീരുമാനങ്ങളും കർത്താവിനോട് ചോദിച്ചിട്ട് എടുക്കുന്നതിനാണ് പറയുക ദൈവഭക്തി, ദൈവഭയമുള്ളൊരു ജീവിതം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല. അടുത്ത വചനം വായിച്ചേ, അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. എന്നുവെച്ചാൽ ഒരപ്പൻ ഒരമ്മ ദൈവഹിതമനുസരിച്ച്, ജ്ഞാനമനുസരിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ ആ അപ്പനും അമ്മയും മാത്രമല്ല, അവരുടെ തലമുറ, കുടുംബം മുഴുവനുമായിട്ടും അനുഗ്രഹിക്കപ്പെടും. അവർ ഐശ്വര്യത്തിൽ കഴിയും, അവരുടെ മക്കൾ ദേശം അവകാശമാക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഇന്ന് ദേശമൊക്കെ അവകാശമാക്കി ഐശ്വര്യത്തിലാണോ കഴിയുന്നത്? ആണോ? അല്ലേ? ജനുസിൻ്റെ കുണം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അപ്പനും അമ്മയൊക്കെ ദൈവത്തെ ആശ്രയിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഗ്രഹത്തിലാണ്. അപ്പോൾ അടുത്ത തലമുറ അനുഗ്രഹത്തിലായിരിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിക്കണം ജ്ഞാനം. എങ്കിലേ നമ്മുടെ അടുത്ത തലമുറ അനുഗ്രഹമായിട്ട് മാറുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു വചനം കൂടെ വായിച്ചത് പൂർത്തിയാക്കാം. 14-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എന്ന് വെച്ചാൽ കർത്താവ് അവരോട് കൂട്ടുകൂടുന്നു വെച്ചാൽ സകല രഹസ്യങ്ങളും കർത്താവ് നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ വേറെ ആരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ, നിങ്ങളുടെ തലമുറയെക്കുറിച്ചോ, നിങ്ങളുടെ അടുത്ത ജോലിയെക്കുറിച്ചോ, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചോ, നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചോ ആരോടും പോയി ഉപദേശം തേടേണ്ട കാര്യമില്ല. കർത്താവിനെ ഭയപ്പെടുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് സൗഹൃദം കൂട്ടായിട്ട് കൂടെ ഉണ്ടാകും. ആ കൂട്ടുകാരൻ നിങ്ങളോടെല്ലാം പറഞ്ഞു തരും. കർത്താവിനെ ഭയപ്പെടുന്നതിനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ദാവീദ് ഒരു തീരുമാനം പറയാണ്. 15-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. എൻ്റെ കണ്ണുകൾ സദാ കർത്താവെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ഞാൻ കർത്താവിനെ മാത്രം നോക്കി നിൽക്കാം. കർത്താവ് വഴി പറയും, കർത്താവ് തീരുമാനം പറയും, അതനുസരിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വളരെ വളരെ ധൈര്യം നിറഞ്ഞൊരു ജീവിതമായിരിക്കും അത്. വളരെ സ്വാതന്ത്ര്യം നിറഞ്ഞൊരു ജീവിതമായിരിക്കും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളല്ല, കർത്താവ് എടുക്കുന്ന തീരുമാനങ്ങളുടെ പുറകെ നമുക്ക് പോകാൻ പറ്റണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സഹായിക്കും. ഈശോ പറഞ്ഞില്ലേ, മറ്റൊരു സഹായകനെ, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. എന്തിനാണ്? കർത്താവിനെ തന്നെ നോക്കി നിൽക്കാൻ, തീരുമാനങ്ങൾ കർത്താവിനോട് ചോദിച്ചെടുക്കാൻ, ജ്ഞാനം നിറഞ്ഞ ദൈവഹിതത്തിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നിറഞ്ഞ് ജീവിക്കാൻ സഹായിക്കും പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ വണ്ടേക്ക് വന്നപ്പോൾ നമ്മൾ ഈ ഏകദിന കൺവെൻഷൻ പറഞ്ഞിരുന്നല്ലേ, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? വെനി ക്രിയാത്തോർ സ്പിരിത്തൂസ്, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വന്നാലും. നിങ്ങൾ ആരെങ്കിലും അതൊക്കെ പോയി തപ്പി പിടിച്ചോ? ഇല്ലല്ലേ? പ്രാർത്ഥിപ്പിക്കണോ നിങ്ങളെ കൊണ്ട്? കാണപ്പടം പഠിക്കാൻ ഇച്ചിരി വലിയ പ്രാർത്ഥനയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ അത്? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊരു കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് ജീവിക്കാൻ ഈ സൃഷ്ടാവായ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കുന്ന, നമ്മളെ തിന്മയ്ക്കെതിരെ പോരാടാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള സുന്ദരമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ പറഞ്ഞ ഏകദേശം ഒരു 1000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. സഭയുടെ എല്ലാ എക്യുമെനിക്കൽ കൗൺസിലുകൾക്ക് മുമ്പും പ്രാർത്ഥിക്കുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയാണ്. സഭയുടെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റേക്ക്. ആ പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെ ഇരുന്നാൽ നല്ലതായിരിക്കും. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളൊന്ന് ശാന്തമായിട്ട് അടയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഒന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ഇപ്പം നിങ്ങൾ ഈ ധ്യാനം കൂടുന്നുണ്ട്, ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ മനസ്സിലൊന്ന് കരുതുക. കുടുംബാംഗങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ദൂരദേശത്തായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കൾ, യുവജനങ്ങൾ, കുടുംബത്തിലെല്ലാവരിലേക്കും. പല സ്ഥലങ്ങളിലായിരിക്കാം, പല ടൈം സോണുകളിലായിരിക്കും അവർ. കുടുംബത്തിലെല്ലാവരെയും ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് പ്രതിഷ്ഠിക്കുക. ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ സ്വപ്നങ്ങൾ, ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതാവസ്ഥകളിലേക്കെല്ലാം വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറച്ച് ഞങ്ങളെ പ്രകാശം നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദുഷ്ടനെതിരെ, തിന്മയ്ക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പിതാവിനെ അറിഞ്ഞ് പുത്രനെ സ്നേഹിച്ച് ത്രിത്വത്തിൽ ജീവിക്കാൻ ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലേക്ക് വരും. അത്യുന്നത ശക്തി നമ്മുടെ കുടുംബത്തിൽ ആവസിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. പരിശുദ്ധി കൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിറയും. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്ന നീ ഐശ്വര്യത്തിൽ കഴിയും.
നിൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവ് നിനക്ക് സൗഹൃദം തരും. കർത്താവിനെ തന്നെ നോക്കി നിൽക്കണം. എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വനീ ക്രിയാത്തോർ സ്പിരിത്തോസ്, സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരണമേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നല്ല ബോധ്യത്തോടെ ഉറക്കെ ചൊല്ലുക. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് വസിക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവിക കൃപയാൽ അങ്ങ് നിറയ്ക്കണമേ. ആശ്വാസദായകനെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദാനമേ, ജീവൻ്റെ ഉറവയെ, സ്നേഹത്തിൻ്റെ അഗ്നിയെ, ആത്മീയ അഭിഷേകമേ, 7 വരങ്ങൾ നൽകുന്നവനെ, പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ ആദരങ്ങൾക്ക് വാക്കും ശക്തിയും നൽകണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ പ്രകാശം തെളിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശക്തിയാൽ അങ്ങ് ഉറപ്പിക്കണമേ. ദുഷ്ടശത്രുവിനെ അകറ്റി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അങ്ങ് ഞങ്ങളുടെ മാർഗദർശിയാകണമേ. എല്ലാ ദോഷങ്ങളും ഒഴിവാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയാൽ പിതാവിനെ അറിയാനും പുത്രനെ സ്നേഹിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന എപ്പോഴെങ്കിലുമൊക്കെ എഴുതി പഠിച്ചോട്ടോ. പിന്നെ എങ്ങനെ എഴുതിത്തരാം. എൻ്റെ അടുത്ത് വന്നാൽ ആദ്യം വരുന്ന 10 പേർക്ക് പ്രാർത്ഥന എഴുതിത്തരുന്നതായിരിക്കും. ബാക്കിയുള്ളവർ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചില പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ കാണാൻ ഒച്ചത്തിൽ ചെല്ലും. ഇത് പുതിയ പ്രാർത്ഥനയാണോ? 1000 വർഷത്തെ പഴക്കമുണ്ടതാണ്. 1000 വർഷം പഴക്കമുള്ളൊരു പ്രാർത്ഥനയാണ്. അറിഞ്ഞൂടാ? ആമേൻ അറിയാൻ തോന്നല്ലേ? ആ നിർത്തി ആമേൻ അറിയാൻ തോന്നല്ലേ? അത് കാണാൻ പടം പഠിച്ചിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പഠിക്കണം കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പറ്റുമെങ്കിൽ ഈ വർഷം മുഴുവൻ, പ്രത്യേകിച്ച് പെന്തക്കോസ്താ തിരുനാൾ വരെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഇഷ്ടംപോലെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. ഞാനും എൻ്റെ വക ഒന്ന് തരികയല്ല, സഭ ഔദ്യോഗികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായൊരു പ്രാർത്ഥന നിങ്ങൾക്ക് തരികയാണ്. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വന്നാലും. അത് ലാറ്റിൻ ഭാഷയിലൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റുമായിരിക്കും. പരിശുദ്ധാത്മാവ് സഹായിച്ചോളും. ചേർന്ന് തന്നെ ഹല്ലേലൂയ. കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കൃപ ജ്ഞാനമാണ്. ജ്ഞാനം നിറയും. പിന്നെ തെറ്റ് പറ്റത്തില്ല. സാത്താൻ തൊടത്തുമില്ല. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.